എന്താ കൊറേ നേരം കിടന്നു പറ്റി എന്താ നല്ല ദാഹമുണ്ടോ വിശപ്പുണ്ട് പ്രായോ ചെക്ക് ചെയ്ത് നോക്കേണ്ട സമയമൊക്കെ ആയി. മിക്കവാറും ഡയബറ്റീസ് മെഡിക്കസ് ഒക്കെ ആയിരിക്കും. ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. ഡയബറ്റീസിന്റെ ടൈപ്പ് 2 ആവാനാണ് സാധ്യത. ടൈപ്പ് 2 ആയിരിക്കില്ല, എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ടൈപ്പ് 1 ആയിരുന്നു. ടൈപ്പ് 1 ചെന്താറായിട്ട് പറയുന്നത് ടൈപ്പ് 1 കുട്ടികൾക്കുള്ളതാ, അല്ലാതെ മൂത്തുപോലെ വലുതായ ആൾക്കാർക്ക് ടൈപ്പ് 2 ആണ് ഉണ്ടാവുക. തൽക്കാലം ക്ഷീണിച്ച ആളെ കിടന്നു, അതാ നല്ലത്. അത് ഞാൻ വായിച്ചു തരാട്ടോ, ശ്രദ്ധിച്ചോ തെളിവാണെങ്കിൽ. ആരോഗ്യമുള്ള വ്യക്തിയിൽ ഫാസ്റ്റിംഗിൽ നമ്മൾ ഗ്ലൂക്കോസ് ലെവൽ നോക്കൂലേ, ബ്ലഡ് ടെസ്റ്റിംഗ് നോക്കുമ്പോൾ ശരിക്കും ഒരു 70 മുതൽ 100 മില്ലിഗ്രാം വരെയാണ് പാടുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റീഡിംഗ് എടുക്കുമ്പോൾ ഒരു 140 മില്ലിഗ്രാം താഴെ നിൽക്കണം. ഫാസ്റ്റിങ്ങിലൊക്കെ പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഈ 126 മില്ലിഗ്രാമിൽ കൂടുതലാണെങ്കിൽ ഉറപ്പിക്കാം ഡയബറ്റീസ് മെലിറ്റസ് എന്നുള്ളത്. ഇനിയില്ലേ പെട്ടെന്ന് ഇപ്പൊ ക്ഷീണം വന്നോണ്ടെന്ന് വിചാരിക്കുന്നത്, ചിലപ്പോൾ ഇനി വേണമെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു ഉറപ്പ് കിട്ടണമെങ്കിൽ ഒരു 3 മാസത്തെ ആവറേജ് എടുക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. കുറച്ച് പൈസ കൊടുത്താൽ ആ ടെസ്റ്റും കൂടെ ചെയ്യാം. HbA1c അതിലൊരു 5.7% അതിൽ നിൽക്കണം. അതിന് മുകളിലാണെങ്കിൽ കുറെ കാലമായിട്ടുള്ള പ്രമേഹം തന്നെയാണ്. ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. കൊളസ്ട്രോള്, BP ഇതും കൂടെ അതിന്റെ കൂടെ ചെയ്തോ. കൊളസ്ട്രോൾ ആണ് 200 മില്ലിഗ്രാം വരെ പാടുള്ളൂ, കൂടിയാൽ കൊളസ്ട്രോൾ കൂടുതലാണ്. BP ആണെങ്കിൽ 120/80 അതായിരിക്കണം. ഇതൊക്കെ ഓക്കെ ആണോ എന്ന് ആദ്യം കൺഫേം ചെയ്യും, എന്നിട്ട് കിടന്ന് കരയും. ഷുഗർ ഒക്കെ കട്ട് ചെയ്ത ഹെൽത്തി ആയിരിക്കും. ഒരു പപ്പായ ജ്യൂസ് ഹെൽത്തി മധുര ഇടേ വേണ്ട, പിന്നെ കൂടെ 2 മുട്ട പപ്സും.